സ്റ്റുഡൻസ്, ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ സോളജി ക്ലാസ് എടുക്കാൻ തന്നെയാണ് വന്നത്. ബട്ട് ഐ ഹാവ് ടു സേ സം മോർ തിങ്, കുറച്ചുകൂടി കാര്യങ്ങൾ പറയണമെന്നാഗ്രഹമാണ്. കുറച്ചുകൂടി കാര്യങ്ങൾ എന്ന് വെച്ചാൽ സംതിങ് റിലേറ്റഡ് ടു യുവർ പേഴ്സണൽ മാറ്റേഴ്സ്, നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. അത് മറ്റൊന്നുമല്ല, ഇന്നലെ ഞാൻ ചില കുട്ടികളെ രാത്രി 2 മണി വരെയൊക്കെ ഓൺലൈൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് 2 മണിയായിട്ടും ഉറങ്ങാത്ത ആൾക്കാർ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. ഇത്രയും സമയം അതൊരിക്കലും ഒരു തെറ്റാണെന്ന് ഞാൻ പറയില്ല, തെറ്റല്ല. പക്ഷേ നമ്മൾ അങ്ങനെ ഉറങ്ങാതിരുന്നു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ അഫക്റ്റ് നമ്മുടെ ശരീരത്തിൻ്റെ ശരിയായിട്ടുള്ളൊരവസ്ഥയ്ക്ക് അതൊരിക്കലും ഫേവറബിൾ ആവില്ല. മനസ്സിലായില്ലേ? അതായത് നമ്മളിപ്പോൾ 2 മണിക്കിപ്പോൾ അങ്ങനെ ഒരു കുട്ടി, അല്ലെങ്കിൽ 2 മണിക്ക് ഉറങ്ങാൻ കിടക്കുന്ന ഒരു കുട്ടി ശരിക്കും ഡീപ്പ് സ്ലീപ്പിലേക്ക് വരുമ്പോൾ ഒരു 4 മണിയെങ്കിലും ആവും. അപ്പോൾ 4 മണിക്ക് ഡീപ്പ് സ്ലീപ്പിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 6 മണിക്കൂർ ദിവസം ഉറങ്ങുന്ന കുട്ടിയാണെങ്കിൽ ഒരു 10-11 മണിയാവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉറക്കം കഴിഞ്ഞ് വരാൻ. അതായത് കോൺഷ്യസ് സ്റ്റേറ്റിലേക്ക് വരണമെങ്കിൽ ഒരു 11 മണിയാവും. നമ്മൾ റെഗുലർ ഇത്ര പീരീഡ്, ഇത്ര ടൈം ഇൻ്റർവെൽ 6 മണിക്കൂർ ഉറങ്ങുന്ന ആളാണെങ്കിൽ ശരിക്കും ഉറങ്ങിക്കഴിഞ്ഞാൽ 6 മണിക്കൂർ കഴിഞ്ഞാൽ കോൺഷ്യസ് സ്റ്റേറ്റിലേക്ക് മിക്ക ആൾക്കാർ വരാറുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോർണിംഗ് ആയിന്ന് നമ്മൾ അറിയുന്നത് തന്നെ എപ്പോഴായിരിക്കും? ശരിക്കും ആ ഒരു ടൈം ഇൻ്റർവെൽ കഴിഞ്ഞ ശേഷമായിരിക്കും. അതായത് 10-11 മണിയാവും നിങ്ങൾ ഉണരുമ്പോൾ എന്നാണ് അർത്ഥം. പിന്നെ പല്ല് തേച്ച് ഫുഡ് കഴിച്ച് വരുമ്പോഴേക്കും എത്ര സമയമാവും? 12 മണി അല്ലെങ്കിൽ 11 മണി. അങ്ങനെയുള്ളവരുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ എല്ലാവരും അങ്ങനെയാണെന്ന് ഒരിക്കലും പറയില്ല, അങ്ങനെയുള്ളവരും ഉണ്ട് കൂടുതൽ. അപ്പോൾ ഒരു 11-12 മണിയാവും. ദാറ്റ് മീൻസ് നിങ്ങളത് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാണ്. ഇതൊരു മാസം നിങ്ങൾ ഇതേ രീതിയിൽ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്താവും അവസ്ഥ എന്ന് നിങ്ങളൊന്ന് സീരിയസ് ആയിട്ട് ചിന്തിക്കണം. അത് മറ്റൊന്നുമല്ല, നമ്മളൊരു മാസമൊക്കെ ആകുമ്പോഴേക്കും ഏകദേശം നമ്മുടെ വെയിറ്റ് ലോസ് സംഭവിക്കാൻ തുടങ്ങും. വെയിറ്റ് ഇങ്ങനെ കുറഞ്ഞ് വരുന്നതിന് മനസ്സിലാവും. വെയിറ്റ് കുറയാത്ത ആൾക്കാരാണെങ്കിൽ അല്ലാത്തവർക്കും അത് മനസ്സിലാവും. നിങ്ങളുടെ ബോഡി ഇംബാലൻസിങ് തുടങ്ങും, BP വേരിയേഷൻസ് തുടങ്ങും, എപ്പോഴും ടയേർഡായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകും. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ട ഒരു ആവശ്യമുണ്ടോ? ശരിക്കും ഇത്രയും സമയം ഉണർന്നിരിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലും ഇല്ല. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യാം. നിങ്ങൾ വീട്ടിലാണെങ്കിലും നമ്മൾ ഒരു പാറ്റേൺ ട്രൈ ടു ഫോളോ ദ കറക്റ്റ് റൂട്ടീൻ. നമ്മൾ എന്താണോ ഫോളോ ചെയ്തിരുന്നത് വർക്കിംഗ് ഡേയ്സിൽ, നമ്മൾ എന്താണോ ഫോളോ ചെയ്തത്? വേക്കപ്പ് രാവിലെ വർക്കിംഗ് ഡേയ്സിൽ ഒരു 6 മണിക്ക് എണീക്കുമായിരുന്നു. ഒരു പോട്ടെ 6 മണി അല്ലെങ്കിൽ 6 മണിക്ക് ഇപ്പോൾ എല്ലാ ദിവസവും എണീക്കണമെന്ന് ഞാനൊരിക്കലും നിങ്ങളോട് പറയുന്നുണ്ടായിരുന്നു. ഒരു 8 മണി അല്ലേ? ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ മാക്സിമം 8 മണി, അതിൽ കൂടുതലും പിന്നെ ഉറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യും. ഹെൽത്തിനെ അത് വളരെ ദോഷകരമായിട്ട് ബാധിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ എനിക്കിപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും വാട്സപ്പ്, ഫേസ്ബുക്ക് പോലെയുള്ള സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളിൽ അധികമായിട്ടുള്ള സമയം പാഴാക്കരുത്. ഒരുപാട് സമയം പാഴാക്കാതിരിക്കുക. മനസ്സിലായോ? അപ്പോൾ ഒരിക്കലും അത് ഉപയോഗിക്കരുതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. നൗ ദിസ് ഇസ് നോട്ട് എ ഏജ് ഓഫ് ഡൂയിങ് സച്ച് കൈൻഡ് ഓഫ് തിങ്സ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു ഏജ് അല്ല. ഇഫ് യു ആർ യൂസിങ് നിങ്ങളുടെ പാരൻസിൻ്റെയോ അല്ലെങ്കിൽ മറ്റാരുടെയോ ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ ദർ ഷുഡ് ബി എ ലിമിറ്റ്. ഒരിക്കലും അത് നമ്മളെ കൺട്രോൾ ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരരുത്. ദറ്റ് മീൻസ് നമ്മൾ അഡിക്റ്റ് ആയ പോലെ ഒരിക്കലും 2 മണിക്ക് 3 മണിക്കൊക്കെ ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനർത്ഥം എന്താ? നമ്മളതിനോട് അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെയൊരു സിറ്റുവേഷൻ നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ. ഒരുപാടാവരുത്, അധികമായ അമൃതം വിഷം എന്ന് കേട്ടിട്ടില്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളിൽ നിന്ന് മാക്സിമം ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് ഫുഡ് കഴിക്കുക, നന്നായിട്ട് ഉറങ്ങുക. മനസ്സിലായോ? അപ്പോൾ നിങ്ങളുടെ എഡ്യൂക്കേഷൻ നന്നായി വരട്ടെ. ഓൾ ദ ബെസ്റ്റ്. Hope you might have understood the previous class well. And today we are going to discuss about the parts of male reproductive system. Okay, parts of male reproductive system. Parts of male reproductive system. Okay, here human male reproductive system consists of 4 main parts. They are a pair of testes, accessory ducts, accessory glands, and last one is external genitalia. We'll write it in the board. They are the parts of the male reproductive system are a pair of testes, second one accessory ducts, and the third part is accessory glands, and the last part is
external genitalia part. External genitalia part. Okay, these are the main parts of male reproductive system. Now we have to move to the pictorial representation of the male reproductive system. Here you can see the pictorial representation of the male reproductive system, and these are the pair of testes, as I mentioned there. It consists of a pair of testes, and from the testes you can see accessory duct. These are the accessory duct. On either side you can see the accessory duct. These are the accessory ducts, and these accessory ducts will end in this area. This area is known as urethral meatus. Okay, and this is the accessory ducts, and along with that some other parts are also mentioned there, which are the accessory glands, isn't it? Accessory glands. Which are the accessory glands? These are accessory. This is the first pair of gland, seminal vesicle, and the second gland is this one, and the third one here you can see third pair of gland, bulbourethral gland. Okay, these are the parts of accessory glands. These are accessory glands, and the last one is external genitalia parts. External genitalia is the part which can be seen outside the body of the male. Male body യുടെ പുറത്ത് കാണുന്ന ഭാഗങ്ങളാണ് നമ്മുടെ external genitalia parts എന്ന് പറയുന്നത്. Understood? ഇതിനാണ് ഓരോന്നിന്റെയും ഫംഗ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ pair of testes. What is the function of the testes? Testisന്റെ ഫംഗ്ഷൻ എന്താ? It involved in the production of sperm as well as androgen. Spermന്റെയും androgenന്റെയും പ്രൊഡക്ഷൻ സഹായിക്കുന്നത് ആരാണ്? Testes ആണ്, അല്ലേ? ഇത് ഇനി നമ്മുടെ accessory ducts, അല്ലേ? Accessory ducts ലേക്ക് വന്നു കഴിഞ്ഞാൽ what is the function of accessory ducts? Ducts എന്തിനാണ് സഹായിക്കുന്നത്? നമുക്കറിയാം this is the site of production of sperm. From here it have to come outside. Means ഇതാണ് external opening. ഈ external opening ലേക്ക് spermനെ കൊണ്ടുവരാൻ സഹായിക്കുന്ന parts. Okay, so we can define accessory ducts. These are the ducts which help to carry the sperm from the site of production to the site of release. Okay, and the third part is accessory glands. These glands will secrete certain fluid. That fluid will help to maintain the sperm motility as well as provide nourishment for the sperm. Spermനെ ശരിയായിട്ടുള്ള രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നത്, മെയിൽ ബോഡിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നത് എന്ന് പറയുന്നത് the secretions of the accessory glands. Okay, and the last part is external genitalia part. External genitalia part which is involving in these parts involving in the sexual intercourse as well as the transfer of sperm. Okay, it is a main case external genitalia സഹായിക്കുന്നത് സെക്ഷൽ ഇന്റർകോഴ്സിനും അതുപോലെ തന്നെ ട്രാൻസ്ഫറിംഗ് ഓഫ് സ്പെർമിനും വേണ്ടിയിട്ടാണ്. Okay, understood? Now you are familiar with the parts of the male reproductive system. So now we are going to discuss about the first part of the male reproductive system, that is testes. Okay, testes are the primary sex organs of the male, and it is located outside the abdominal cavity within a pouch called the scrotum. Here, just think about the other organs, other major organs like heart, lungs. These organs can be seen inside the thoracic cavity, isn't it? Similarly, your kidney, it can be seen inside your abdominal cavity. And these major, if you think, when you think about the major organs, these major organs are located inside the body, isn't it, children? But when we think about testes, it is also a major organ, but it can be seen outside the body. What will be the reason behind that? It is mainly for maintaining the proper functioning of the testes. That is, the testes will work under low temperature only. That means it will work efficiently at a temperature that will be lower than that of the body temperature. That is 2.2 to 2.5 degree Celsius variation will be there. Variation is required from that of the normal body temperature. അതായത് ടെസ്റ്റിസിന് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ ബോഡി ടെമ്പറേച്ചറിൽ നിന്നും 2 മുതൽ 2.5 ഡിഗ്രി സെൽഷ്യസ് വരെ കുറഞ്ഞു നിന്നാൽ മാത്രമേ testis will work properly. Otherwise, it can badly affect the functioning of the testis. So, in order to maintain the proper temperature, the testis can be seen outside the body. Understood, children? And as I told you, it can be seen inside a pouch called the scrotum, isn't it? This scrotum is located outside the body, isn't it? And it has a protective function, and it acts as a climate control system also. And climate control system, what is meant by climate control system? When
അവിടെ എന്താ ഉദ്ദേശിക്കുന്നത് ക്ലൈമറ്റ് കൺട്രോൾ സിസ്റ്റം എന്ന് വെച്ചാൽ ആക്ച്വലി എൻവയോൺമെൻറ്റൽ ടെമ്പറേച്ചർ വിൽ വേരി അക്കോർഡിംഗ് ടു ദ സീസൺ സീസൺ അനുസരിച്ച് എൻവയോൺമെൻറ്റൽ ടെമ്പറേച്ചർ വേരി ചെയ്യും. If any fall in temperature or if any rise in temperature can badly affect the functioning of the testis. And in order to prevent these temperature changes or in order to avoid these temperature changes, there are specialized muscles in the scrotum. Scrotum, scrotum has specialized muscles. These muscles will either it can contract or can relax, and thereby it can adjust the changes that will happen in the environment. Nanu clear aayittu parnara adayithu when the environmental temperature become too less, when the climate condition will become cold, at that time the scrotal muscles will contract. As a result of that, testis will come closer to the body. So this movement of testis towards the body will help to keep the testis in a warm condition. Understood? Actually, എന്തുകൊണ്ട് ബോഡിക്ക് അടുത്തേക്ക് ടെസ്റ്റിസ് വരുന്നു എന്ന് വെച്ചാൽ ബോഡി ടെമ്പറേച്ചർ കുറച്ച് ബോഡിയോട് അടുത്തിരിക്കുന്ന സമയം ആ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. അതിനുള്ളിലെ ടെമ്പറേച്ചർ സ്ക്രോട്ടൽ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. സ്ക്രോട്ടൽ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഈസി ടു മെയിൻറ്റെയിൻ ദ ടെസ്റ്റിക്കുലർ ടെമ്പറേച്ചർ ഇൻ ദ പ്രോപ്പർ മാനർ. Understood? When the climatic condition when the environment temperature become too high, the muscles which can be seen on the wall of the scrotum get relaxed, and this relaxation will take the testis away from the body. Okay, relaxation of the scrotal muscle will take the testis away from the body, so that there won't be any contact with the body tissue. If it is not in contact with the body tissue, the temperature of the scrotum will be less. That means the environmental temperature will not, body temperature will not affect the scrotal temperature. So scrotum can be maintained at a particular temperature. Understood? If along with the അതായത് നമ്മൾ ഒരുപാട് ടെമ്പറേച്ചർ ആയിരിക്കുന്ന സമയം നമ്മുടെ ബോഡി എൻവയോൺമെൻറ്റ് എന്തായാലും ടെമ്പറേച്ചർ ഹൈ ടെമ്പറേച്ചറിലായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ സ്ക്രോട്ടൽ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ബോഡിയുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബോഡി ടെമ്പറേച്ചറിന് നമ്മുടെ സ്ക്രോട്ടൽ ടെമ്പറേച്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് ഇപ്പോൾ രണ്ട് ഭാഗത്തു നിന്നും ഒരുപാട് ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ അഫക്റ്റ് proper functioning of the testis. Now let's discuss about the morphology of the testis. As you see here, testis is oval in shape with the length of 4 to which have the length of 4 to 5 centimeter and the width is 2 to 3 centimeter. Yes. Now anatomy of the testis. Okay. You can see here, this is the cross section of the testis. When we will take the cross section of the testis, we can see testis as testicular lobules. That is, each testis is made up of around 250 compartments. We can call these compartments as testicular lobules. You can see compartments here, and these are the compartments of testis. Actually, this testis is made with the testicular compartment. Like this, you can see 250 compartments inside the testis. So, the testis we can see 250 compartments. Understood? And here, if you are taking, when we think about one testicular lobule, this is a one testicular lobule, and each testicular lobule contains around 2 to 3 seminiferous tubules. Okay, അതായത് നമ്മൾ ഒരു testicular lobule എടുത്തു കഴിഞ്ഞാൽ this is of one lobule. Inside one lobule there will be 2 to 3 seminiferous tubules. ഇനി നമ്മൾ ഒരു seminiferous tubule എടുക്കുകയാണെങ്കിൽ just think that we are taking one seminiferous tubule. നമ്മൾ ഒരു seminiferous tubule എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ inside the seminiferous tubule it is lined with two types of cells. These cells are, we can call these cells as Sertoli cells as well as male germ cells. That is, this is the seminiferous tubule. These cold tubules are known as called seminiferous tubules. Inside these seminiferous tubules, it is lined with the two types of cells, Sertoli cells as well as male germ cells. This male germ cells inside the
will undergo meiotic division and will produce sperm. And the Sertoli cells, which can be seen along with the male germ cells, will provide nourishment for the growing germ cells. So now you might have understood which is the site of production of sperm. Which is the site of production of sperm? It is seminiferous tubule. Seminiferous tubule, which is located inside the testicular lobule, is the main site of production of sperm. Now we just think about the region which can be seen outside the, that is this is the region which can be seen outside the seminiferous tubule. Seminiferous tubules in we can call this space as interstitial space. Interstitial space, and interstitial space contain a large number of interstitial cells or Leydig cells. Okay, interstitial space interstitial space, and cells we called as interstitial cells or Leydig cells. What is the function of Leydig cells? It helps in the production of male hormones, androgens. Male hormones androgen production is interstitial cells or Leydig cells. Now we have completed the first part of male reproductive system, that is testes. Now we are going to take the second part of the male reproductive system, that is accessory ducts. As I told you earlier, accessory ducts are the parts which help to carry the sperm from the site of production to the site of release. And the duct which is involving in the transfer of sperm involves retate testes. First part of the accessory duct is retate testes. Retate testes. And the second part is vasa efferentia. Vasa efferentia. Third part is epididymis. Epididymis. And fourth part is vas deferens. Vas deferens. Fifth part is urethra. Okay. So these are the parts of accessory ducts. I tell you once more which are the parts of accessory. What is accessory ducts? As I told you, accessory ducts are involving in the transfer of sperm from the site of production to the site of release. And the parts of accessory duct involve retate testis, vasa efferentia, epididymis, vas deferens, and urethra. Seminiferous tubule is a site of production of sperm. So it has to come outside, isn't it? If it has to come outside, there should be a duct to carry that sperm to the releasing site. Here, the first duct which is involving in the transfer of sperm is retate testis. You can see this. Retate testis. Retate testis actually it has a connection with the seminiferous tubule. This is the seminiferous tubule. The seminiferous tubule will produce sperm inside that, and the sperm produced inside the seminiferous tubule will move to the retate testis. Actually, what is retate testis? You can see it, isn't it? It is an interconnected network of tubule. This interconnected network of tubules are known as what? Retate testis. Okay, and retate testis will open to another duct. We can call it as vasa efferentia. Vasa efferentia. It will open to this area. This is the vasa efferentia. And immediately opening this vasa efferentia from the retate testis will move posterior surface of the testis, and after that it will combine with the another duct which can be seen on the posterior surface of the testis. We can call that duct as epididymis. Okay, this is the epididymis region. Actually, I will tell you once more. The seminiferous tubules will produce sperm, and this sperm will enter into the retate testis, a network of tubule, and from this network of tubule, it will move to other duct, which will move to the other duct, and this duct is known as what? Vasa efferentia. Vasa efferentia. Actually, vasa efferentia is the region that connects
retail testes to the epididymis. Okay, this is the epididymis region. This is located in the posterior surface of the testis, and this epididymis region is തുറക്കുന്ന ഭാഗമാണ് ശരിക്കും പറഞ്ഞാൽ കോസ ഡിഫറൻസ് ആണ് retail testisനെ epididymisലേക്ക്, അതായത് ഈ ഭാഗത്തേക്ക് ഓപ്പൺ ചെയ്യുന്നത്. ഈ കാണുന്ന ഭാഗമാണ് epididymis. ഈ ഹൈലി കോൾഡ് ട്യൂബാണ് epididymis എന്ന് പറയുന്നത്. അപ്പോൾ epididymisലേക്ക് ഓപ്പൺ ചെയ്യുന്ന ട്യൂബുകളെയാണ് നമുക്ക് പറയുന്നത് vasa efferentia എന്ന് പറയുന്നത്. So this is the retail testis. It will open the vasa efferentia. Vasa efferentia will open to another tube, that is known as what is this is the tube, and this main tube is known as what epididymis. It will open to epididymis region. Now you might have understood the movement of sperm, isn't it? ഇതുവരെയുള്ള spermന്റെ movement എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. The seminiferous tube will move in and it will come to the retail testis, and from retail testis it will move to the vasa efferentia. Through the vasa efferentia it will reach to the epididymis, which is located in the posterior surface of the testis. In the posterior surface of the epididymis പോവാണ് ചെയ്യുന്നത്. നമ്മൾ കണ്ടു epididymis is highly coiled tube. It will open to another long muscular tube. We can see the epididymis region will open to another long coiled tube. We can call this tube as vas deferens. Okay, vas deferens. So this vas deferens, you can see this vas deferens. Vas deferens is a highly muscular tube that will move to the pelvic region. That will ascend to the pelvic region, where it will coils around the urinary bladder. It will coil around the urinary bladder, and then it open to urethra. Understood? I'll tell you once more. This what this pattern is. Vas deferens. Epididymis will open to another long coiled tube. We can call this now. It is not coiled. A long muscular tube. This long muscular tube is known as vas deferens. It will ascend to the pelvic region. It will ascend to the abdominal region, where it will moves over the urinary bladder. Okay. After revolving, urinary bladder ചുറ്റിയ ശേഷം it will come and open to the urethra. യുറിത്രയിലേക്ക് വന്ന് ഓപ്പൺ ചെയ്യാണ് ചെയ്യുന്നത്. Understood? I will show you another picture. So now you can see this is testis, and vas deferens. You can see this vas deferens will ascend to the abdominal region. This is the urinary bladder. It moves over the urinary bladder. After moving over the urinary bladder, it will open to a region. This is the region. This is known as what urethra. It will open to urethra. Urethra open ചെയ്യുന്നത്. The duct from the seminal vesicle as well as vas deferens join together to form a single duct. Okay, the two ducts will join together to form a single duct. That region is known as ejaculatory duct. Oh, that duct is known as ejaculatory duct. Actually, ejaculatory duct will open toward urethra. Ejaculatory duct is a region that is formed by the combination of seminal vesicle as well as vas deferens. Okay, and here urethra, what is, I told you it will open to where? In urethra. Urethra is a muscular tube. It will start from the urinary bladder, and this tube will carry urine from the bladder to outside. അതായത് urethra urinary bladder നിന്ന് urine പുറത്തേക്ക് കൊണ്ടുവരുന്നത്. Okay, and this tube, that is urethra will open to outside through a small opening. We can call that opening. Here you can see a small opening. We can call this opening as urethral meatus. Okay, urethral meatus. So we have discussed about the second part of the male reproductive system, that is accessory ducts. Now we are moving to the third part of the male reproductive system, that is accessory glands. So accessory glands are the parts which is involving in the production of certain fluid that are necessary for the sperm motility, that are necessary for maintaining the motility as well as viability of the sperm. Accessory glands include the first gland is seminal vesicle, and the second one is prostate
gland. So these are the main glands which can be seen as seen along with the male reproductive system. And now let's move to the functions and the position of these glands. Okay. So first type of gland found associated with the male reproductive system is seminal vesicle. These are the paired structures which can be seen on either side of the urinary bladder, and it will produce a fluid. This fluid contains certain sugars like fructose. Okay, and it will provide the energy for sperm mobility. Understood? That is, the energy for the movement of the sperm is provided by the fluid which is produced from the seminal vesicle. Seminal vesicle is producing fluid actually is providing movement in sperm movement energy കൊടുക്കുക. Understood? And the second gland can be seen associated with the male reproductive system is prostate gland, and prostate gland is a walnut shaped gland which can be seen just below the urinary bladder. That is the bladder, and can be seen just below the urinary bladder. Understood? This gland will produce a secretion, will produce a fluid. This fluid will help to provide nourishment for the growing sperm, and then it will help to maintain the viable condition of the sperm by providing nutrient to the sperm. Okay, and the last pair of gland which can be seen associated with the male reproductive system is bulbourethral gland, and bulbourethral gland is a small T-shaped gland can be seen just below the prostate gland but near to the urethra. Can we see near to the just below the prostate gland, just above the urethra. Understood, children? And these glands will help in the production of certain fluid. This fluid are actually alkaline in nature. Why? Because urine is actually acidic in nature, isn't it? When this already urine pass through these urinary ducts, it can keep acidic remains inside the duct. That means, as a result of the movement of acidic urine through this duct, the duct will become more acidic, and the acidic remains will be there inside the whole of the duct. So, in order to make the duct neutral, it will contain this bulbourethral gland will secrete some secretions. These secretions will make these secretions are actually alkaline in nature. This alkaline secretion will make the acidic part of the will make the inner part of the this transferring duct as neutral one. Understood? Okay. Now we are moving to the last part of the male reproductive system, that is male external genitalia. Male external genitalia, this include a number of parts like penis. This part will involved in sexual intercourse. Sexual intercourse il varuna bhagagalana external genitalia nammal parayum. Penis is considered as the part of male external genitalia, and it is made with the erectile tissue as well as vascular spaces. And this swollen end of the penis, at the one end of the free end of the penis, it is swollen, slightly swollen. This area is known as glans penis. This area is known as glans penis. It is covered with a smooth skin. We can call that skin as foreskin. Okay, foreskin. When the male gets sexually excited, the spaces in vascular spaces inside the penis get filled with the blood. As a result of that, the penis gets excited, and thereby the insemination process will become easier. You might have understood the parts of male reproductive system and its functions. We will discuss the next topic in the coming classes. Till then, bye. Stay safe.